പലരും ചോദിക്കുന്നൊരു സംശയമാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടും എന്തുകൊണ്ടാണ് ജോലി ഉപേക്ഷിച്ചിട്ട് റബ്ബർ ടാപ്പിംഗ് ജോലിയായിട്ട് തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല അനുഭവങ്ങൾ മാത്രമായിരിക്കില്ല നമുക്കുണ്ടാവുക. പലപ്പോഴും മോശം അനുഭവങ്ങളും നമുക്കുണ്ടായി എന്ന് വരും. അത്തരത്തിലുള്ളൊരു മോശം അനുഭവത്തിലൂടെ കടന്നുപോയൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ നാട് ഉപേക്ഷിച്ച് എൻ്റെ നാട് ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ഉടുപ്പിയിലേക്ക് എത്തുന്നത്. ഉടുപ്പിയിലേക്കെത്തി ഞാൻ ഇവിടെ ഒരു എസ്റ്റേറ്റ് ലീസിന് എടുക്കാനുണ്ടായത്. ആ ലീസിന് എടുത്തു കഴിഞ്ഞു. ഞങ്ങളിവിടെ എത്തി ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു ടൈഗർ റിസർവ് ആണെന്നും ഇവിടെ കടുവ, പുലി പോലുള്ള വന്യജീവികളുണ്ടെന്നും പോരാത്തതിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വെനമസ് ആയിട്ടുള്ള പാമ്പുകളുള്ള പ്രദേശമാണിതെന്നും തിരിച്ചറിയുന്നത്. തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് കൊണ്ടും മറ്റു വഴികളില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള സ്റ്റാഫുകൾ ഇവിടെ വന്ന് നിൽക്കാൻ ഭയം കൊണ്ട് അവർ വരുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴും അറിയുന്ന ഒരു തൊഴിൽ ചെയ്യാൻ തീരുമാനിക്കാനുണ്ടായത്. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. പക്ഷെ ഞാൻ ആ ജോലി ഇഷ്ടപ്പെടുന്നു. ഞാനത് സന്തോഷത്തോടു കൂടിയാണ് ആ ജോലി ചെയ്യുന്നത്. എൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ റബ്ബർ ടാപ്പിംഗ് ആണെന്നും ഞാനൊരു കർഷകയാണെന്നും പറയുന്നതിൽ എനിക്കൊരു മടിയും ഇതുവരെ തോന്നിയിട്ടില്ല.